ഏജനറ്റ് ന്യൂസ് വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിക്കടവ് ഭാഗത്താണ് വന്നെത്തിയിരിക്കുന്നത്. ഇന്നലെ തിരുവോണ ദിനത്തിൽ രാത്രിയോടെ അതുപോലെ തന്നെ പുലർച്ചെയോടെ കർണാടക വനത്തിൽ നിന്നുള്ള കാട്ടാനക്കൂട്ടം ഇറങ്ങി മെയിൻ റോഡിന് സൈഡിലുള്ള സൈഡിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളാണ് നശിപ്പിച്ചിരിക്കുന്നത്. വാഴ, കവുങ്ങ്, തെങ്ങ്, തേക്ക്, കശുമാവ് ഇങ്ങനെ കാർഷിക വിളകളാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായി തകർത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വ്യാപകമായിട്ട് ഇവിടെ കാട്ടാനക്കൂട്ടം ദിനം പ്രതി ഇറങ്ങി ഇവിടുത്തെ കൃഷി വിളകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കായ്ച്ച തെങ്ങ്, അതേപോലെ തന്നെ കശുമാവ്, അതുപോലെ തന്നെ വാഴയൊക്കെ ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കർഷകർ വളരെ ദുരിതത്തിലാണുള്ളത്. ഇവിടുത്തെ നാട്ടുകാരും വളരെ ഭീതിയിലാണുള്ളത്. മെയിൻ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് രാത്രി കാലങ്ങളിലൂടെയുള്ള വാഹന ഗതാഗതത്തിനും വളരെ ഭീതിയാണ് ഇവിടെ കാട്ടാനക്കൂട്ടം സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ സ്ഥലത്ത് ഇപ്പം ചുറ്റുപാടിലായിട്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും മിക്കവാറും ദിവസങ്ങളിൽ ആന കയറുന്നുണ്ട്. നമ്മുടെ കർണാടക ഫോറസ്റ്റിൻ്റെ പുഴ കടന്നിട്ടാണ് ഇത് വരുന്നത്. നിലവിലിപ്പം താഴെ നിന്നാണ് അതിനോട് ചേർന്നിട്ടാണ് കയറുന്നത്. അവിടെ ഇപ്പം പുഴയുടെ തീരത്തുള്ള തേക്കുകൾ, കശുമാവ് കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു. ഇപ്പോൾ ഇന്നലെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനടുത്ത് വരെ എത്തി. വീടിനടുത്തെത്തി തെങ്ങ്, അതുപോലെ കവുങ്ങ്, അതുപോലെ കശുമാവ്, വാഴകൾ ഇതൊക്കെയാണ് നശിപ്പിച്ചിട്ടുള്ളത്. സ്ഥിരമായിട്ടുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പം എന്താ പറയുക, വീടിനടുത്ത് വരെ എത്തിയോണ്ട് നമ്മൾ കിടന്നുറങ്ങുന്നവരെ പേടിച്ചിട്ടാണ്. എപ്പോഴാണ് ഇനിയിപ്പം വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫെൻസിങ്ങിൻ്റെ മീറ്റിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അധികാരികളുടെ അടുത്തു നിന്ന് വന്നിട്ടില്ല. അപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഒരു പരിധിവരെ അത് എന്താ പറയുക, ആനയുടെ ഇത് അതിക്രമിച്ചുള്ള കയറ്റം തടയാനായിട്ട് സഹായിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിപ്പം പല ഭാഗത്തായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഈ ഭാഗത്ത് തന്നെ ഇതിപ്പം നമ്മുടെ ഒറ്റപ്പാലത്തിൽ ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു ഈ ആഴ്ച തന്നെ 2-3 പ്രാവശ്യമായിട്ട് ഇറങ്ങി. സാധാരണ വീടിൻ്റെ അടുത്ത് വരെ കയറില്ലായിരുന്നു. താഴെ നിന്ന് അങ്ങനെ താഴെയുള്ള കൃഷി സ്ഥലങ്ങളിലൊക്കെ നശിപ്പിച്ചിട്ടാണ് പോകാറ്. ഇതിപ്പം വീടിൻ്റെ അടുത്ത് വരെ എത്തി. അതിൻ്റെ മുകളിലുള്ള സാധനങ്ങളാണ് ഇപ്പം ഈ അടുത്ത് നശിപ്പിച്ചിട്ടുള്ളത്. തെങ്ങ് നല്ല കായ്ക്കുന്ന തെങ്ങാണ്. 4 തെങ്ങും നല്ല വിളവുള്ള തെങ്ങുകളാണ്. ഞാൻ ഈ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളാണ്. എന്നെ 2 കൊല്ലം മുമ്പ് ആന ആക്രമിക്കുകയും എൻ്റെ വാരികളിൽ തകർന്ന് ഞാൻ ആശുപത്രിയിൽ കിടന്ന് ചികിത്സയെല്ലാം കിട്ടി. ഫോറസ്റ്റുകാരുടെ ബില്ലൊക്കെ എനിക്ക് കിട്ടി. എന്നാലും ഈ റോഡിന് ഇപ്പുറത്തേക്കൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കഷ്ടമാണ്. കാരണം ഈ റോഡിൽ കൂടെ ബൈക്കും അങ്ങനെയുള്ള യാത്രക്കാർ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്നായിരിക്കും ആനയുടെ മുമ്പിൽ പെടുക. ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ നോക്കേണ്ടത് ഫോറസ്റ്റുകാരുടെ ഒരു കടമയാണ്. ഫെൻസിങ് ഉണ്ട്, പാസ്സായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇതുവരെ ഒന്നും നടപ്പായിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് പൈസ അവർക്ക് കിട്ടിയെന്നും എല്ലാം പറയുന്നുണ്ട്. ഇതുവരെ ഒന്നും നടപ്പാകാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട്. കച്ചേരിക്കടവ് പാലത്തുകുന്നിലേക്ക് പോകുന്ന റോഡിൽ കച്ചേരിക്കടവിനും മുടിക്കയത്തിനും മധ്യയുള്ള ഭാഗമാണ് ഒറ്റപ്ലാക്കൽ ദേവിച്ചേട്ടൻ്റെ സ്ഥലം. നിരന്തരമായിട്ട് ആന കയറി കൃഷി, കശുമാവ്, അതുപോലെ തേക്കും തൈ, റബ്ബർ മുതലായ മുഴുവൻ വിളകളും നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ വർഷം ഈ പ്രദേശത്ത് ആന ഒരെണ്ണം ചരിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തോ അണുബാധ മൂലമാണ് അത് മരണപ്പെട്ടതെന്നാണ് നമ്മൾ പത്രങ്ങളിൽ നിന്നെല്ലാം അറിയാൻ കഴിഞ്ഞത്. കൂട്ടുകട മുതൽ പാലത്തങ്കടവ് വരെയുള്ള ഭാഗത്ത് സോളാർ വേലി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും അവസാനമായി നമുക്കറിയാൻ കഴിഞ്ഞത് കെല്ല് എന്ന് പറയുന്ന ഗവൺമെൻറ് ഏജൻസിയാണ് അത് നടത്തുന്നത് എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നബാർഡ് സ്കീമിൽ പണം പാസ്സായെങ്കിലും അതിൻ്റെ പഞ്ചായത്ത് നിലവിൽ ഒരു 3,22,000 ചില്ലറ രൂപ പഞ്ചായത്തിൻ്റെ വിഹിതമായിട്ട് അതിൻ്റെ ഒരു ഫീസ് കെട്ടണം എന്ന് ആവശ്യപ്പെട്ടതും പ്രകാരം പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് കൂടി ആ പണം കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ഇവിടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇനിയിപ്പോൾ പുഴയിലെ വെള്ളം
തീരെ കുറഞ്ഞു. അപ്പം നിരന്തരം ആന കയറുന്ന ഒരു അവസ്ഥയിലേക്കായി. നമ്മൾ ഓരോ ദിവസവും രാവിലെ കേൾക്കുന്ന വാർത്തകൾ കൂട്ടുപുഴ മുതൽ ബാരാപ്പോൾ വരെയുള്ള ഭാഗത്ത് ഓരോ തോട്ടത്തിൻ്റെ ആൾക്കാരും പറയുന്നത്, രാവിലെ വിളിച്ച് പറയുന്നു എൻ്റെ പറമ്പിൽ കയറി മുഴുവൻ കൃഷികളും നശിപ്പിച്ചു എന്ന വിവരമാണ് പറയുന്നത്. രാത്രി യാത്ര ചെയ്യാൻ നിർവാഹമില്ലാത്ത അവസ്ഥയും കൂടെയാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ളത്. അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എത്രയും വേഗം സോളാർ ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി വളരെ വേഗത്തിൽ ഒട്ടും അമാന്തം കാണിക്കാതെ നടപ്പിൽ വരുത്തണമെന്നാണ് ഈ അവസരത്തിൽ നാട്ടുകാർ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. ഈ ഭാഗത്തുള്ള കർഷക കുടുംബങ്ങൾ വളരെ ഭീതിയിലാണുള്ളത്. കാട്ടാനക്കൂട്ടം കർണാടക വനത്തിൽ നിന്ന് കച്ചേരിക്കടവ് പുഴയും കടന്ന് ഇവിടെ മെയിൻ റോഡ് സൈഡിൽ തന്നെ വന്ന് രാത്രി കാലങ്ങളിൽ വീടിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നു. വാഹന ഗതാഗതങ്ങൾക്കും വാഹന യാത്രക്കാർക്കും വളരെ ഭീതിയാണ് ഇവിടെ ഉയർത്തുന്നത്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള വേലി നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് പാസ്സായെങ്കിലും അധികൃതരുടെ അനാസ്ഥ മൂലം ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും നാട്ടുകാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി ഇപ്പോൾ ഏജനറ്റിൻ്റെ ഓഫീസ് നമ്പറിലേക്ക് കോളുകൾ രാവിലെ വന്നുകൊണ്ടിരിക്കുകയാണ്. കച്ചേരിക്കടവ് ആന ഇറങ്ങി, മുടിക്കൈത്ത് ആന ഇറങ്ങി, പാലത്തുകടവ് ആന ഇറങ്ങി, അങ്ങനെ ദിനം പ്രതി ഇതൊരു നിത്യ സംഭവമായി ഈ ഭാഗത്ത് മാറിയിരിക്കുകയാണ്. ഇത് കാണുന്ന അധികൃതർ ഇവിടെ വന്ന് വെറുതെ ഒന്ന് നോക്കി പോയാൽ പോരാ. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് അത്യാവശ്യമായി ഫെൻസിങ് വേലിയാണ്. ഇവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഓടി വന്ന് 10 ലക്ഷം രൂപ കൊടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് വലിയൊരു അപകടം വരുന്നതിന് മുമ്പ് അധികൃതർ ഈ കൂട്ടുപുഴ മുതൽ പാലത്തുംകടവ് വരെയുള്ള ഫെൻസിങ് നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെയും ഏജന്റിന്റെയും ആവശ്യം. ക്യാമറമാൻ ഷിജു അബ്രാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. കേക്കുകളുടെ മായാജാലം ഇനി ഉളിക്കലിലും. മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ കേക്ക് ആൻഡ് കഫേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ലൈവ് കേക്ക്, വെഡിംഗ് കേക്ക്, ബർത്ത്ഡേ കേക്ക്, ഫോട്ടോ കേക്ക്, തീം കേക്ക്, ഫലൂദ, മൊജിറ്റോസ്, മിൽക്ക് ഷേക്ക്, ഫ്രഷ് ജ്യൂസ്, ബർഗർ, സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ MBC ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 10% ഡിസ്കൗണ്ട്. കേക്ക് വേ കേക്ക് ആൻഡ് കഫേ നിയർ MBC ഹോസ്പിറ്റൽ, ഉളിക്കൽ. ഫോൺ 9544 095 452, 9544 095 453.